ഹായ് എവരിവൺ. നമ്മൾ ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 16 ആണ്, ഉൽപ്പത്തി 16 അധ്യായം. അവിടെ നമ്മൾ ഹാഗറിന്റെ ഇഷ്മയേലിന്റെ ചരിത്രം നമുക്ക് അവിടെ കാണാനിടയാവും. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ സാറ സങ്കടത്തോടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. കാരണം തനിക്ക് മക്കളൊന്നും ഉണ്ടാകുന്നില്ല. ആ ദുഃഖത്തിലൂടെ സാറ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറയുടെ മനസ്സിലേക്ക് പ്ലാൻ വന്നു, ഹാഗാറിലൂടെയെങ്കിലും തനിക്കൊരു പുത്രനെ, തനിക്കൊരു മക്കളെ ലഭിക്കണം എന്നുള്ളൊരു ആഗ്രഹം സാറായിക്കുണ്ടാകുകയും അങ്ങനെ അവരതുമായിട്ട് മുൻപോട്ട് പോകുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് ഹാഗറിനെ അബ്രാമിലേക്ക് കിട്ടിയതെന്ന്. കാരണം നമ്മൾ തുടക്കം മുതലുള്ള കാര്യം നോക്കുമ്പോൾ അബ്രാമിന് ആ സമയത്ത് ഇതുപോലെ ഒരു ഈജിപ്ഷ്യൻ മെയ്ഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, അബ്രാം ഈജിപ്തിലായിരുന്നപ്പോൾ അവിടെ വെച്ച് ഫറവോൻ കുറേ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആടും മാടുകളും ഇതുപോലെ വേലക്കാരെ, ദാസിമാരെയും ദാസന്മാരെയും ഒക്കെയും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിലെ ഒരു വ്യക്തിയായിരിക്കാം ഈ ഹാഗാർ എന്ന് നമുക്ക് അസ്യൂം ചെയ്യും. അങ്ങനെ വരാനാണ് ഇതിന് വളരെ ചാൻസ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ലഭിച്ച ഒരു ദാസിയായിരുന്നു ഹാഗാർ എന്നുള്ളത്. ഈ ഹാഗാറിലൂടെ സന്തതി നേടുവാനായിട്ട് അവർ പ്ലാൻ ചെയ്യായിരുന്നു. ശരിക്കും അത് ദൈവത്തിന്റെ ഹിതം അല്ലായിരുന്നു എന്ന് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ദൈവം സാറായിക്ക് അബ്രാമിനും മക്കളെ കൊടുക്കുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അവർ അവരുടേതായിട്ടുള്ള പ്ലാൻ എടുത്തുകൊണ്ട് ഹാഗാറിനെ അവർ തന്നെ ഇൻവോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ഹാഗാർ പ്രഗ്നന്റ് ആയിട്ട് അതിന് ശേഷം ഹാഗാറും സാറയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഹാഗാർ ചിന്തിച്ചപ്പോൾ അബ്രാമിന്റെ വൈഫ് പ്രഗ്നന്റ് ആകാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പുച്ഛത്തോടെ ആയിരിക്കാം ഹാഗാർ സാറയെ നോക്കിയത്. അതുപോലെ സാറ പറയുന്നതൊന്നും പിന്നെ അങ്ങോട്ട് ഹാഗാർ അനുസരിക്കുന്നുമില്ല എന്നൊക്കെ നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് സാറ അബ്രാമിനോട് പറയുകയാണ്, ഇത് നിങ്ങളെ എങ്ങനെയെങ്കിലും, നിങ്ങൾ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, നിങ്ങൾ ഇതിനെങ്ങനെയെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തണം എന്നാണ് പറയുന്നത്. ശരിക്കും സാറയുടെ അബ്രാമിന്റെ മാത്രമുള്ള പ്രശ്നമല്ല, രണ്ടുപേരും ആ ഒരു തെറ്റ് ചെയ്തതിൽ ഇൻവോൾവ് ആണ്. രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള ആ ഒരു ഫോൾട്ട് അതിലുണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ അബ്രാമിന് ഇതൊക്കെ ഈ കോംപ്ലിക്കേറ്റഡ് ഉള്ള സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യുന്ന അബ്രഹാമിനും അത്രയ്ക്ക് ഒരു എങ്ങനെ ചെയ്യണമെന്ന് ഒരു അറിവില്ലായിരുന്നു. അതുകൊണ്ട് താൻ സാറയോട് തന്നെ പറയുന്നു, സാറയ്ക്ക് എന്താണ് ശരി അതുപോലെ ചെയ്തോളാൻ പറയും. സാറയെ തന്നെ തിരിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ദൈവം ആഗ്രഹിച്ചത് ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടും ഉള്ള രീതിയിൽ അവർക്കൊരു മക്കളെ കൊടുക്കണം എന്നുള്ളതായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ അവരുടെ പ്ലാൻ ഇട്ട് കാര്യങ്ങൾ മൊത്തം കോംപ്ലിക്കേറ്റ് ആക്കി എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെയാണ് ദൈവം നമ്മളിൽ നിന്ന് പല കാര്യങ്ങളും ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ ദൈവത്തിന്റെ പ്ലാനിലാണ് നടക്കുന്നതെങ്കിൽ അത് ഏറ്റവും നല്ലതായിട്ടാണ് നടക്കും. പകരം നമ്മൾ ആ പ്ലാനൊക്കെ ഇന്റർഫിയർ ചെയ്യുവാണെങ്കിൽ അതെങ്ങനെയൊക്കെ കോംപ്ലിക്കേറ്റഡ് ആക്കാവോ ആ രീതിയിലെല്ലാം കോംപ്ലിക്കേറ്റഡ് ആകുവാനായിട്ട് ഇടയായിരിക്കും. അത് അവരുടെ ആ ഒരു ചിന്തയിൽ നിന്ന്, പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ സാറ ഹാഗാറിനെ വളരെ ഹാർഷായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഹാഗാർ ആ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. താൻ എങ്ങോട്ട് ഓടിപ്പോകും നമുക്കറിയത്തില്ല. താൻ ഈജിപ്തിലോട്ട് തന്നെയായിരിക്കാം ചിലപ്പോൾ താൻ ഓടിപ്പോയത്. പക്ഷെ തൻ്റെ ഓട്ടം താൻ നിന്നത് ഒരു വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. വെള്ളത്തിൻ്റെയൊക്കെ ഒരു തീരത്താണ് തൻ്റെ ഓട്ടം അവിടെ അവസാനിക്കുന്നത്. കാരണം താൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ ചിലപ്പോൾ തനിക്ക് അങ്ങ് ഈജിപ്റ്റ് വരെ പോകാനുള്ള പ്രിപ്പറേഷൻ ഒന്നും തൻ്റെ കയ്യിൽ കാണില്ല. താൻ ആ ഈജിപ്റ്റ് പോകാനുള്ള പെട്ടെന്നുള്ള ധൃതി പിടിച്ച ഓട്ടമൊക്കെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും തൻ്റെ ആ ഒരു യാത്ര ആ ഒരു തോടിൻ്റെ അരികെ അവിടെ നിൽക്കാനായിട്ട് എത്തുന്നത്. പക്ഷെ എന്നിട്ട് അവിടെ സംഭവിച്ചത് ദൈവം അവിടെ ഒരു ഏഞ്ചലിനെ വെച്ച് ഏഞ്ചലവിടെ അപ്പിയർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത്. ആ ഏഞ്ചൽ അവിടെ അപ്പിയർ ചെയ്തിട്ട്
ഹാഗറിന്റെ മകനെ ഇസ്മായിൽ എന്ന പേരിടണമെന്നും ആ ഇസ്മായിലിനെയും ദൈവം അവിടെ അനുഗ്രഹിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന്റെ മെയിൻ കാരണം എന്നുള്ളത് ഇസ്മായിൽ എന്നുള്ളത് അബ്രാമിന്റെ ഒരു സന്തതി ആയതുകൊണ്ടാണ് ദൈവം ആ സമയത്ത് ഇസ്മായിലിനെയും അനുഗ്രഹിക്കുവാനായിട്ട് ഇടയാക്കുന്നത്. അങ്ങനെ ഇസ്മായിലിനെ അനുഗ്രഹിച്ച് ഇസ്മായിലോടെ വരുന്ന സന്തതികളും ഒരുപാട് സന്തതികൾ വരും എന്ന് ദൈവം അവിടെ എന്ന് പറഞ്ഞ് ദൈവം അവിടെ അനുഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഹാഗറിനോട് തിരികെ സാറയുടെ അടുക്കിലേക്ക് ചെല്ലാനും സാറയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുവാനായിട്ടും അവിടെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോഴും ദൈവം അവിടെ ആഗ്രഹിക്കുന്നത് ഹാഗറിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു മനോഭാവം മാറ്റി തൻ്റെ മാസ്റ്ററിന് മുന്നിൽ കീഴടങ്ങണം എന്നുള്ള ഒരു കാര്യമായിരുന്നു ഹാഗറിൽ നിന്നും ദൈവം ആഗ്രഹിച്ചത്. അങ്ങനെ അതുപോലെ തന്നെ ഹാഗർ ചെയ്തു. ഹാഗർ തിരികെ വീട്ടിൽ ചെല്ലുമ്പോഴുള്ള എങ്ങനെയായിരിക്കും അവരുടെ അടുത്ത സീനെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഹാഗർ തിരികെ അവിടെ ചെല്ലുമ്പോൾ സാറ് കാണുമ്പോൾ ചോദിക്കും, നീ എന്തിനാ ഇപ്പൊ തിരിച്ചു മടങ്ങി വന്നത്, നീ പോയതല്ലായിരുന്നോ എന്നൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ചോദിച്ചു കാണാം. അപ്പോൾ ഹാഗർ പറഞ്ഞു കാണും, ഞാൻ ദൈവത്തെ കണ്ടു, ഞാൻ തോടിന്റെ തീരത്തിരുന്നപ്പോൾ ഞാൻ ദൈവത്തെ കണ്ടു, ഈ ദൈവം എന്നോട് പറഞ്ഞു ഈ ഇസ്മായിൽ എന്നുള്ള എൻ്റെ ജനിക്കാൻ പോകുന്ന മകൻ ഇസ്മായിൽ എന്ന പേരിടണം, ആ ഇസ്മായിലിനെ ഞാൻ ഒരുപാട് അനുഗ്രഹിക്കും, അതുമാത്രമല്ല ഞാൻ സാറെ എൻ്റെ യജമാനത്തിയുടെ കീഴടങ്ങിയിരിക്കണം എന്ന് ദൈവം എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ തിരികെ വരുന്നത് എന്നൊക്കെ ഹാഗർ പറഞ്ഞിരിക്കും. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് കുഞ്ഞ് ജനിച്ചപ്പോഴും ഇസ്മായിൽ എന്നുള്ള ഒരു അബ്രാം പേരിടുവാനും ഒക്കെ ഇടയായിത്തീർന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇസ്മായിൽ എന്നുള്ളത് അറബ് നേഷനിലുള്ളവർ സന്തതികളൊക്കെ ഇസ്മായിലിൽ നിന്ന് വന്നവരാണ്. ഗൾഫ് രാജ്യങ്ങളിലുള്ളവരൊക്കെ ഇസ്മായിലിൽ നിന്ന് വന്നവരാണ്. പക്ഷെ ഇതിനു ശേഷം കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഐസക് ഉണ്ടാകുന്നത് യഹൂദന്മാരുടെ പിതാവായിട്ടാണ്. അപ്പോൾ അറബ് നേഷന്റെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള കൺട്രീസിന്റെ ഗൾഫ് രാജ്യങ്ങളുടെ ഒക്കെയും പിതാവായിട്ട് മാറിയത് ഇസ്മായിലും അതുപോലെ യഹൂദന്മാരുടെ ഒക്കെയും പിതാവായിട്ട് മാറിയത് ഐസക് വരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഹാഫ് ബ്രദേഴ്സ് ആണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ ബിറ്ററായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ കാലഘട്ടത്തെ അവർക്ക് അറബ് നേഷനും ജൂയിഷ് നേഷനും തമ്മിൽ അല്ലെങ്കിൽ അറബ് രാജ്യക്കാർക്കും അതുപോലെ യഹൂദന്മാർക്കും തമ്മിൽ അത്ര നല്ലൊരു ബന്ധമല്ല. അവർക്ക് അവരുടെ ഇടയിൽ സ്ട്രെയിൻ ആയിട്ടുള്ള ഒരു ബന്ധമാണ് അവരുടെ ഇടയിൽ ഉള്ളത്. അവർക്ക് രണ്ടുപേരും പക്ഷെ സെയിം ഫാദർ ആയിരുന്നു രണ്ടുപേർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം ആ സമയത്ത് ഇസ്മായിലിനെ അനുഗ്രഹിച്ചു, അതുപോലെ തന്നെ പിന്നീട് ഐസക്കിനെ ദൈവം അനുഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് രാജ്യങ്ങളെ നോക്കുമ്പോഴും രണ്ട് രാജ്യങ്ങളും ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴും അത് സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും അത് വളർന്നിരിക്കുന്ന ഒരു രാജ്യമായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഇസ്രായേൽ നോക്കുവാണെങ്കിലോ അങ്ങനെ ഡിഫൻസ് അതുപോലെ പല കാര്യങ്ങളിലും മികച്ചു നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് ഇസ്രായേൽ നിൽക്കുന്നു. അപ്പോൾ രണ്ട് രാജ്യങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. കാരണം രണ്ടുപേരുടെ അപ്പൻ എന്നുള്ളത് അബ്രാം ആയിരുന്നു. അതുകൊണ്ട് രണ്ട് രാജ്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ബ്ലെസ്സിങ്സ് ദൈവം അവിടെ കൊടുത്തു. ഈ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ പ്ലാൻ ഒരിക്കലും നമ്മുടെ പ്ലാൻസ് കൊണ്ടിടരുത്. ഇട്ട് കഴിഞ്ഞാൽ അബ്രാമിനൊക്കെ സംഭവിച്ചതുപോലെ തന്നെ ഉള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അങ്ങനെ പോകാതിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് നാം മതി.